ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനാണെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും ഔപ്പേറിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു 10-15 ക്വസ്റ്റ്യനോ 16 ക്വസ്റ്റ്യൻ എങ്ങാണ്ടേ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ഇന്ന് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗൗരി പ്രിയ ചേച്ചി, ഡ്രൈവിംഗ് ലൈസൻസ് കമ്പൽസറി ആണോ? ഡ്രൈവിംഗ് ലൈസൻസ് കമ്പൽസറി ഒന്നും അല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലിക്ക് ഡ്രൈവിംഗ് ഉള്ള ഒരു വ്യക്തിനെയായിരുന്നു വേണ്ടത്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ നമ്മുടെ നാട്ടിൽ ഇൻ്റർനാഷണൽ പെർമിറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഇത് ട്രാൻസ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത്. അല്ലാതെ ഒരിക്കലും ഡ്രൈവിംഗ് ലൈസൻസ് കമ്പൽസറി അല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ലൈസൻസ് വെച്ചിട്ട് നമുക്കിവിടെ ഒരു 6 to 1 ഇയർ, എനിക്ക് 1 ഇയർ യൂസ് ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 6 മന്ത് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ആവശ്യമുള്ളവർക്ക് കൊണ്ടുവരാം, അല്ലാതെ കമ്പൽസറി അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സൗമ്യ ചോദിക്കുക, ഫുള്ളായി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാമോ? എന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഔപ്പേറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഒരു ഫേബ ചോദിച്ചിരിക്കുന്നത്, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണോ? കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണോ എന്ന് ചോദിച്ചാൽ, ഇപ്പം VFSലോ ഇവിടെയോ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ ഒരു സേഫ്റ്റിക്കും ഇൻ കേസ് ആരെങ്കിലും ഇനി ചോദിക്കാൻ ഇട വന്നാലോ എന്ന് കരുതി കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഞാൻ 1-2 ഡോസാണ് അത് മതിയോ? മതിയോ. 2 ഡോസാണ് നമുക്ക് വേണ്ടത്. ഞാൻ 3 എടുത്തിട്ടാണ് വന്നത് ഗൈസ്. അത് വേറൊരു കാര്യം. 2 ഡോസ് വരെയാണ് നമുക്ക് കോവിഡ് വാക്സിൻ എടുക്കേണ്ടത്. പിന്നെ 3-മത്തേന്ന് പറഞ്ഞാൽ ബൂസ്റ്റർ ഡോസാണ്. അപ്പോൾ എന്തായാലും കയ്യിൽ സർട്ടിഫിക്കറ്റ് കരുതി വെക്കുക. നമുക്ക് VFSലോ അല്ലെങ്കിൽ ഇവിടെയോ ഒന്നും സർട്ടിഫിക്കറ്റ് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ കയ്യിൽ വെച്ചേക്കുക. അടുത്തത് വീണ്ടും ഫേബ, ഹായ്, ഒരു ഡൗട്ട് കൂടെയുണ്ട്. ഐ എം ഫ്രം കേരള. ഔപ്പേർ വിസ ചെന്നൈയിലാണ് ഇൻ്റർവ്യൂ കിട്ടിയത്. ആരെങ്കിലും അറിയോ ചെന്നൈയിൽ ഇൻ്റർവ്യൂവിന് പോയത്? കാരണം ചെന്നൈയിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഒന്ന് ക്ലിയർ ചെയ്യോ? ഏജൻസി പറഞ്ഞ് ഇനി അവർക്ക് ക്യാഷ് കിട്ടാൻ ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഔപ്പേർ വിസ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ, എൻ്റേത് ബാംഗ്ലൂരായിരുന്നു. അപ്പം നമ്മൾ വിസയിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഔപ്പേർ കാറ്റഗറി എടുക്കുമ്പം ഞാൻ ഡേറ്റ് എടുത്ത് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചെന്നൈയിലും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലയിടത്ത് ജർമ്മൻ കോൺസുലേറ്റും ഉണ്ട്. അതായത് എംബസിയും VFSും വ്യത്യാസമായിരിക്കും. എനിക്ക് ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ ആദ്യം പോയത് ജർമ്മൻ എംബസിയിലാണ് പോയത്. പക്ഷെ അവിടെ അല്ലായിരുന്നു, VFS വേറെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. ചെന്നൈയിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കിയപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ആസിയ എന്നാണ്. ഹായ്, ട്രക്കിംഗ് ഹൗസ് ബിൽഡിംഗ് പറ്റി ഒന്ന് തിരക്കി പറയാമോ? ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഞാൻ ഒരുപാട് തിരക്കി, പക്ഷേ ആർക്കും അത്ര ഫെമിലിയർ അല്ല ട്രക്കിംഗ് ഹൗസ് ബിൽഡിംഗ്. പക്ഷേ ട്രക്കിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിനുണ്ട്. ആൻഡ് ഐ നീഡ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. പ്ലീസ് ഹെൽപ്പ് മീ. ട്രക്കിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ആരോടും അല്ല, ഞാനിങ്ങനെ മെയിൽ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലൈസൻസിൻ്റെ ഇത് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് പ്രാക്ടിക്കം ചെയ്യണമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. പക്ഷേ നോട്ട് ക്ലിയർ. ഇങ്ങനൊന്നും അല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് മസ്റ്റായിട്ട് വേണം. പിന്നെ നമുക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനെപ്പറ്റി എനിക്ക് അവരെന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കട്ടെ. ഇതാരാന്ന് എനിക്കറിയത്തില്ല. അവിടുത്തെ ലാംഗ്വേജ് ക്ലാസ്സൊക്കെ എങ്ങനെയാണ്? ബുദ്ധിമുട്ടുണ്ടോ? ഇവിടുത്തെ ലാംഗ്വേജ് ക്ലാസ് ഒന്നും ബുദ്ധിമുട്ടില്ല. നാട്ടിലേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ലാംഗ്വേജ് ക്ലാസ് ആയിരിക്കും എന്നാണ്. പിന്നെ എക്സാം എഴുതുന്ന ഒരു പാറ്റേൺ ആയാലും രീതിയെല്ലാം നമ്മുടെ നാട്ടിലെ കണക്കാണ്. നാട്ടിലേക്കാളും ഇപ്പോഴത്തെ നാട്ടിലെ അവസ്ഥ വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടെ വന്ന് ജർമ്മൻ ഇപ്പോൾ ഔപ്പേർ വിസയിൽ വരുന്നവർക്ക് A1 സർട്ടിഫിക്കറ്റ് മതി. അതിനുശേഷം ഇവിടെ വന്ന് കണ്ടിന്യൂ പഠിച്ച് ഇവിടെ തന്നെ എക്സാം എഴുതി പാസ്സാവുന്നതായിരിക്കും
ബെറ്ററും. എനിക്ക് തോന്നുന്നു കിട്ടാനും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ഇവിടെ തന്നെ ആയിരിക്കാം. അടുത്തത് ഞാൻ സെൽഫായിട്ടാണ് ചെയ്യുന്നത്. 30-ന് ചെന്നൈയിൽ ഇൻ്റർവ്യൂ. അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമോ? എന്തൊക്കെ പേപ്പേഴ്സ് കൊണ്ടുപോകണം? ട്രാവൽ ഇൻഷുറൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമുക്ക് പേപ്പേഴ്സ് എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ഓൾറെഡി VFSൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ ഔപിയർ കാറ്റഗറിയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എത്ര കോപ്പി വീതമാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് എന്തുവാ പറഞ്ഞിരിക്കുന്നത്, ചെന്നൈയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. അവർ എന്നോട് എൻ്റെ ഒരു ഇതിൽ എന്നോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇൻ കേസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ആ ഫാമിലിയുടെ എന്തെങ്കിലും ചോദിക്കും. അവരെവിടാണ് താമസിക്കുന്നത്, അതായത് നമ്മൾ എങ്ങോട്ടാണ്, നമുക്ക് ആ അഡ്രസ്സൊക്കെ അറിയുമോ, നമ്മൾ ആ ഫാമിലിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണോ എന്നുള്ളൊരു രീതിയിൽ എന്തെങ്കിലും അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ എന്തിനാണ് പോകുന്നത്, അവിടെ അക്കോമഡേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളു. അടുത്തത് ഗൗരി, B2 സർട്ടിഫിക്കറ്റ് വേണോ ഔപിയർ കഴിഞ്ഞ് ഹൗസ് ബിൽഡിംഗ് കയറുമ്പോൾ? ചിലർ വേണ്ടാന്ന് പറയുന്നല്ലോ. ഇതെന്നോട് ഒരുപാട് പേരെനിക്ക്, ഒരുപാടെന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും കുറേ പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇൻസ്റ്റയിൽ. അപ്പോൾ അവരെല്ലാം എന്നോട് ചോദിക്കുന്ന ഒരു ഇതാണ്, കുറേ പേര് ഇവിടെ ഉണ്ട് എന്നിട്ട് സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ഷൂളേന്, അതായത് ഓരോ നഴ്സിംഗ് ആണെങ്കിലും ഏത് ഹൗസ് ബിൽഡിംഗ് എടുക്കാനാണെങ്കിലും ഓരോ സ്കൂളിനെ ബേസ് ചെയ്തിരിക്കും. ചില സ്കൂളുകാർക്ക് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാൻ, നമുക്ക് ഇൻ്റർവ്യൂവിൽ സംസാരിക്കാൻ പറ്റി നല്ലോണം സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ എടുക്കും. എന്നിട്ട് ഈ പറയുന്ന ഒരു 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ ആ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അല്ലാതുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിനും എല്ലാവരും നമ്മളോട് ചോദിക്കും B2 സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതും ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ള, അതും എല്ലാം സ്കൂളിൽ ബേസ് ചെയ്തിരിക്കും. ഓരോ സ്കൂളിനും ഓരോ എന്തുവാ ക്രിറ്റീരിയ ആയിരിക്കും. അടുത്തത് സർട്ടിഫിക്കറ്റ് നോർക്ക അറ്റാച്ച്മെൻറ്റ് ചെയ്യണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു കാര്യം കൂടെ ആയിട്ടാട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നേക്ക. അല്ലാതെ എനിക്ക് പേഴ്സണലി എനിക്ക് വേറുള്ളവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. എൻ്റെ ഒരു ഇതിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പോരാനിട്ട് ഞാൻ ഇവിടെ വന്നിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെറുതെ എൻ്റെ പൈസ പോയതാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമുക്കിവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഔപിയർ വിസയിൽ വരാൻ നിൽക്കുന്നവർ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ B2 ഒക്കെ പാസ്സാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ നിൽക്കുന്ന സ്റ്റേജിൽ അനർക്കനും ചെയ്യണം. അനർക്കനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് ഇവാലുവേറ്റ് ചെയ്ത് നമുക്കിവിടെ പഠിക്കാൻ എന്തുവാ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ വാലിഡ് ആണ് എന്ന് ഉള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ആ ഒരു ഇതും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പോസിബിൾ ഉള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഉള്ള ഒരാൾക്ക്, ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് വരുന്നവർക്കാന്ന് തോന്നുന്നു ഈ നോർക്ക അറ്റസ്റ്റേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇല്ല വേണ്ട, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം എൻ്റെ കൂടെ എൻ്റെ ഹൗസ് മേറ്റ്സ് ഒക്കെ നാട്ടിൽ നിന്ന് വന്നേ, അപ്പോൾ അവരും ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവരും ഈ പറഞ്ഞ അനർക്കനും ചെയ്യുന്നത്. അപ്പം നോർക്ക അറ്റസ്റ്റേഷൻ ഒന്നും നിർബന്ധമല്ല. പിന്നെ ചില ഏജൻസി ബേസ് ചെയ്താൽ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. അത് കഴിഞ്ഞ് ഔപിയർ ആയി വന്നിട്ട് ലാംഗ്വേജ് അവിടെ പഠിക്കാൻ വഴിയുണ്ടോ? തീർച്ചയായിട്ടും വഴിയുണ്ട്. നമ്മൾ ഈ ഔപിയർ വിസ കൊണ്ട് അവരുദ്ദേശിക്കുന്നത് നമ്മളെ ലാംഗ്വേജ് പഠിപ്പിക്കാനും അവിടുത്തെ കൾച്ചറൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വിസ. അപ്പം ജസ്റ്റ് നമുക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി, നമുക്കിവിടെ വെറുതെ നിന്ന് ഗവൺമെൻറ് പൈസ എടുത്തില്ലല്ലോ, ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ കുട്ടികൾ ആ ഫാമിലിയുടെ ചിൽഡ്രൻസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് പോക്കറ്റ് മണി കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലാംഗ്വേജിൻ്റെ ഫീസ് എല്ലാം ഫാമിലിയാണ് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം വരുമ്പം നമ്മുടെ ഇപ്പോൾ ലാംഗ്വേജ് എക്സാം എഴുതാൻ നമുക്ക് പേയ്മെൻറ്റ് അവർ തരത്തില്ല. വെറും പഠിപ്പിക്കാൻ വേണ്ട ക്യാഷ് മാത്രമേ നമ്മൾക്ക് അവർ തരത്തുള്ളൂ. ഞാൻ സംസാരിക്കുമ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, അത് നിങ്ങളെല്ലാം ഇഗ്നോർ ചെയ്ത് കളയുക. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എല്ലാം ഉടക്കുക. അതുകൊണ്ടാണ് കേട്ടോ. അയ്യോ, ഇതും പോയി, എടുത്തു വെച്ചതെല്ലാം പോയി. ഒന്നും കൂടെ ഞാൻ നോക്കണമല്ലോ. ഔപിയർ വിസയിൽ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് എയർപോർട്ടിലെ പ്രോസസ്സിങ് എങ്ങനെയാടാ?
ഇപ്പം ഔപ്പർ വിസയിൽ വരുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കണക്ക് ലഗേജ് എല്ലാം കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇമിഗ്രേഷൻ ഓഫീസിൽ നമ്മുടെ പാസ്പോർട്ടും ചിലപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് അവർ ചോദിക്കാം, നമ്മുടെ കോൺട്രാക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്നിട്ട് അവർ ചിലപ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് അക്കോമഡേഷൻ എവിടെയാണ്, അവർക്ക് ഓൾറെഡി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കെല്ലാം അറിയാമോ, നമ്മളെല്ലാം അറിഞ്ഞിട്ടാണോ വന്നതെന്നുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആ ഫാമിലീനെ ബേസ് ചെയ്തോ നമ്മുടെ അക്കോമഡേഷനോ എവിടെയാണ് സ്ഥലമെന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെങ്കിലേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. എനിക്കെല്ലാം ഭയങ്കര ഭാഗ്യമായിരുന്നു കേട്ടോ. എനിക്ക് എമിഗ്രേഷൻ ഓഫീസിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇൻവിറ്റേഷൻ ലെറ്റർ കാണിക്കാൻ. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഫോണിൽ തപ്പിയിട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുമോ. അപ്പോൾ എന്നോട് പറഞ്ഞു സാരമില്ല പൊയ്ക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഏജൻസി ഇല്ലാതെ ഔപ്പർ വിസയിൽ വരാൻ പറ്റുമോ? ഷ്യൂർ. ഏജൻസി ഇല്ലാതെ നമുക്ക് ഔപ്പർ വിസയിൽ വരാനൊക്കെ പറ്റും. പക്ഷെ അതെല്ലാം നമ്മളുടെ സെൽഫായിട്ട് നമ്മളെല്ലാം എന്ത് വന്നാലും നമ്മൾ ഏറ്റെടുക്കണം. പിന്നെ ഏജൻസി ആകുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ ആ ഏജൻസി തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇപ്പോൾ വേറൊരു ഫാമിലി മാറണമെങ്കിൽ മാറ്റി തരും. അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ തന്നെ വന്നിട്ട് ഇവിടെ കരഞ്ഞ് കുറേ പ്രശ്നമൊക്കെ ആയ എനിക്കറിയാവുന്ന കേസുകളുണ്ട് കേട്ടോ. പക്ഷേ തന്നെ വന്നാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് മറ്റേ ഹൗസ് ബിൽഡിംഗ് അല്ല, ഔപ്പർ.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഫാമിലി കിട്ടി ഒക്കെ വരുന്നവരും ഉണ്ട്. അങ്ങനെ ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സെൽഫായിട്ട് ചെയ്തത് കൊണ്ടും സെക്കൻഡ് ഫാമിലി നമ്മൾ തന്നെ കണ്ടെത്തണം. അതൊന്നും വലിയ പാടില്ല. നമുക്ക് ഒന്നെങ്കിൽ ആ ഫാമിലി തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുത്ത ഫാമിലീനെ കണ്ടെത്താൻ. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ചേച്ചി ഔപ്പർ ജർമ്മനിയിൽ വന്നപ്പോൾ എത്ര എക്സ്പെൻസ് ആണ് പ്രോസസ്സിങ് ഒക്കെ ആയത്? എനിക്ക് ടോട്ടലായിട്ട് വന്നത് 2.60K ആണ്. 2,60,000 രൂപയായി. അതായത് 60,000 എന്ന് പറയുന്നത് എനിക്ക് അറൗണ്ട് ഒരു 56,000 എനിക്ക് ടിക്കറ്റ് തന്നെയായി. ഞാൻ വരുന്നതിൻ്റെ 2 മുമ്പേ ഒരാഴ്ച മുമ്പേ എങ്ങാണ്ട് ടിക്കറ്റ് എടുത്താൽ. അപ്പോൾ അങ്ങനെയും പിന്നെ എല്ലാം ഏജൻസി ഫീസുമായിട്ട് അങ്ങനെ പോയി എല്ലാത്തിൻ്റെയും ആയിട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ ബോയ്സിന് പറ്റുമോയെന്ന് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബോയ്സിന് പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ കൂടുതൽ ഫാമിലിയും പ്രിഫർ ചെയ്യുന്നത് ഗേൾസിനെയാണ്. ബോയ്സിന് കിട്ടുന്നതുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ മലയാളീസും കിട്ടുന്നതുണ്ട്. പക്ഷേ ഇവർ കൂടുതലും ഇന്തോനേഷ്യക്കാരെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ കൂടുതലും ബോയ്സ് ആയിട്ടുള്ളത് ഇന്തോനേഷ്യക്കാരില്ല. പിന്നെ എനിക്ക് മലയാളീസിലും അറിയാം കേട്ടോ, ബോയ്സ് ഔപ്പറായിട്ട് വന്നവരാ. അപ്പം അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നൊരു ദിവസം ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ യൂട്യൂബിൽ മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ കണക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. വീഡിയോ എടുക്കാൻ മടി കാരണമാണ് ഞാൻ ഇടാത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള കണ്ടൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. കുറേ പിള്ളേർ തന്നെ എനിക്ക് ഇങ്ങോട്ട് ഇട്ട് തരും, ചേച്ചി ഇതൊന്ന് ചെയ്യാവോ, ചേച്ചി ഇതൊന്ന് ചെയ്യാവോ. ഓൾറെഡി ഞാൻ പാക്കിംഗ് ലിസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ എല്ലാം ഇതായി പോകും ഗൈസ്. അപ്പം ഇനി ഞാൻ നോക്കട്ടെ, പാക്കിംഗ് ലിസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഒന്നും കൂടെ ചെയ്യാൻ നോക്കാം. കാരണം കണ്ടിട്ടും കുറേ പേര് ചേച്ചി ഒന്നുകൂടെ